ഹമാസ് ഇസ്രായേൽ സംഘർഷം ശക്തമായി തുടരുന്നു. അതിഗുരുതരമായ കെടുതികളാണ് ഗസയിലെ ജനങ്ങൾ അനുഭവിക്കുന്നത്. അതിന്റെ ആശങ്കയിലാണ് ലോകം. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളൊന്നും ഫലം കണ്ടില്ല. വെടിവെപ്പുകൾ നിർത്താനായി ഹമാസ് മുന്നോട്ടുവെച്ച ഉപാധികളൊന്നും അംഗീകരിക്കാൻ ഇസ്രായേലിന് തയ്യാറായില്ല. യുദ്ധം അവസാനിപ്പിക്കാൻ ഹമാസ് ഒരുപാട് ഉപാധികൾ മുന്നോട്ട് വെച്ചു. എന്നാൽ അവയെല്ലാം ഇസ്രായേൽ തള്ളിക്കളയുകയായിരുന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അക്രമം നിർത്തി ഗാസ വിടാൻ ഒരുക്കമല്ല, ഉപാധികളോടെ അല്ലാതെ വടക്കൻ ഗാസയിലേക്ക് ജനങ്ങളെ തിരിച്ചുവരാൻ അനുവദിക്കില്ല തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് മധ്യസ്ഥ രാജ്യങ്ങളെ ഇസ്രായേൽ അറിയിച്ചത്. ഹമാസ് ഉന്നയിച്ച പ്രധാന ഉപാധികളൊന്നും ഇസ്രായേൽ സ്വീകരിച്ചില്ല. ആക്രമണം പൂർണ്ണമായി നിർത്തുക, ഇസ്രായേൽ സൈന്യം ഗാസ വിടുക, ഗസയിൽ നിന്നും പുറത്തുപോയ പലസ്തീനികളെ തിരിച്ചു കൊണ്ടുവരാൻ അനുവദിക്കുക എന്നിവയാണ് ഹമാസ് ഉന്നയിച്ച പ്രധാന ഉപാധികൾ. ഇതിൽ ആദ്യത്തെ രണ്ടും ഇസ്രായേൽ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. പലസ്തീനുകളുടെ തിരിച്ചുവരവ് ഉപാധികളോടെ മാത്രമായിരിക്കുമെന്നും ഇസ്രായേൽ അറിയിച്ചു. ഗാസയിലെ പ്രധാന ആശുപത്രിയായ അൽ ഷിഫയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരും സൈനികരും ഉൾപ്പെടെ നൂറുകണക്കിന് പലസ്തീനികളെ ഇസ്രായേൽ കസ്റ്റഡിയിലെടുത്തതായും റിപ്പോർട്ടിലുണ്ട്. തിങ്കളാഴ്ച പുലർച്ചെയാണ് ഗാസ സിറ്റിയിലെ അൽ ഷിഫ ആശുപത്രിയിൽ ഇസ്രായേൽ സേന അതിക്രമിച്ച് കയറിയത്. 4 ദിവസം നീണ്ടുനിന്ന ഓപ്പറേഷനുകളിൽ ഇതുവരെ 140 ഹമാസ് ഭീകരരെ വധിക്കുകയും 650 പേരെ അറസ്റ്റ് ചെയ്തെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. എന്നാൽ ആശുപത്രിയെ ഹമാസ് താവളമാക്കുന്നു എന്ന് സ്ഥാപിക്കാൻ ഇസ്രായേൽ കള്ളം പറയുന്നു എന്നാണ് ഹമാസ് വക്താവിന്റെ പ്രതികരണം. ആരോഗ്യ പ്രവർത്തകരെയും കുട്ടികളെയും കൂട്ടിരിക്കുന്നവരെയും അഭയാർത്ഥികളെയും ഇസ്രായേൽ സൈന്യം കൊന്നൊടുക്കുന്നതായി ഹമാസ് ആരോപിക്കുന്നു. ആശുപത്രിയിൽ ഹമാസ് നേതാക്കളില്ല. യുദ്ധകുറ്റവും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവുമാണ് ഇസ്രായേൽ നടത്തുന്നതെന്നാണ് ഹമാസ് ആരോപിക്കുന്നത്. വെടിവെച്ചും മിസൈൽ ആക്രമണം നടത്തിയും ഓക്സിജൻ വേർപെടുത്തിയുമാണ് ആശുപത്രിയിലെ രോഗികൾ ഉൾപ്പെടെയുള്ളവരെ കൊല്ലുന്നതെന്നും ഹമാസ് പറയുന്നു. അതിനിടെ ഗാസയിലെ വെടിവെപ്പ് അടിയന്തരമായി നിർത്തിവെക്കണമെന്നും റഫ ആക്രമണ പദ്ധതി ഉപേക്ഷിക്കണമെന്നും ബ്രിട്ടനും ഓസ്ട്രേലിയയും ആവശ്യപ്പെട്ടു. ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രിയാണ് അൽ ഷിഫ. വടക്കൻ ഗാസയിൽ അവശേഷിക്കുന്ന ഏക ആശുപത്രികളിലൊന്നാണിത്. ഇവിടെ ആരോഗ്യ സൗകര്യങ്ങൾ ഭാഗികമായി ഇപ്പോഴും നൽകുന്നുണ്ട്. ഇവിടെ ഹമാസ് ഭീകരർ ഒളിച്ചിരിക്കുന്നു എന്നാണ് ഇസ്രായേലിന്റെ ആരോപണം. ഗാസയിൽ സ്ഥിതിഗതികൾ അത്യന്തം സങ്കീർണമായിരിക്കെ അടിയന്തര വെടി നിർത്താൻ ഒട്ടും വൈകിപ്പിക്കരുതെന്ന് ലോകരാജ്യങ്ങളോട് UN സെക്രട്ടറി ജനറൽ അന്തോണിയോ ഗൂട്ടൻസ് ആവശ്യപ്പെട്ടിരുന്നു. ഗാസയിലേക്ക് തടസ്സം കൂടാതെ സഹായം എത്തിക്കാൻ സാധിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ വലിയ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നാണ് UN സെക്രട്ടറി ജനറലിന്റെ മുന്നറിയിപ്പ്. ഗാസ സിറ്റിയിൽ ഭക്ഷണത്തിന് കാത്തിരുന്നവർക്ക് നേരെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 19 പേർ കൊല്ലപ്പെടുകയും 70-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അൽ ഷിഫ ആശുപത്രിക്ക് നേരെയുള്ള ആക്രമണം ഇസ്രായേൽ സൈന്യം തുടരുകയാണ്. ആശുപത്രിയിൽ കഴിയുന്നവരെല്ലാം ഭീതിയിലാണെന്നാണ് റിപ്പോർട്ട്.